ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ഈവനിങ്ങിലെ ചെറിയൊരു വ്ളോഗ് കാണാം. ഇന്നിതാ പരിപ്പുവടയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരുന്നതാണ്. അതിനായിട്ട് ഇതാ 1.5 കപ്പ് പരിപ്പ് എടുത്തിട്ട് അത് വെള്ളത്തിൽ നന്നായി കഴുകിയിട്ട് ഒരു 5 മിനിറ്റോളം സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ സോക്കായിട്ട് അതിലെ വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട്. 1 സ്പൂണോ 2 സ്പൂണോ വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റാക്കിയാൽ മതി. അങ്ങനെ ഇതാ ബാക്കിയുള്ളതും കൂടി അതുപോലെ തന്നെ അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു ഉള്ളി, 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി, 3-4 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇതെല്ലാം കൂടി നന്നായി ചെറുങ്ങനെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപ്പ് പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ഇതാ ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ 1 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കുഴച്ചതിന് ശേഷം സ്റ്റൗവിൽ പാത്രം വെച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഇതാ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അപ്പുറത്തുനിന്ന് ചായയും റെഡിയാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ എണ്ണ തിളച്ചതിന് ശേഷം മാവ് എടുത്തിട്ട് പരിപ്പുവടേൻ്റെ റൗണ്ട് ഷേപ്പായിട്ട് തന്നെ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ നല്ല മഴയൊക്കെ കണ്ടപ്പോൾ പരിപ്പുവട തിന്നാനൊരു പൂതി, അങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഇതാ അപ്പുറവും ഇപ്പുറമൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഉള്ളൊക്കെ വെന്ത് കളറൊന്ന് മാറുമ്പോൾ കോരി എടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതും കൂടി ആക്കിയെടുക്കാം. പിന്നെ ആ ചൂടോടെ തന്നെ എല്ലാവരും ചായ കുടിക്കാൻ ഇരിക്കലാണ്. ഇത് സത്യം പറഞ്ഞാൽ കുറേ ആയി ഈ വീഡിയോ എടുത്തിട്ട്, ഇന്നാണ് എഡിറ്റ് ആക്കുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വയനാട്ടിലെ വൻ ദുരന്തം.
അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അവർക്ക് ചെയ്തു കൊടുക്കാം, പ്രത്യേകിച്ച് ദുആയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസായി ഇനിയും കാണാം.